പ്രാർത്ഥിക്കാറേ ഉള്ളൂ എന്നറിയാം. എന്നാലും താങ്ക്സ്. ഇതാ ഇപ്പൊ നന്നായേ. ഞാൻ എന്ത് ചെയ്തു ഈ പറയുന്നത്? ഈ നാട്ടില് ചിക്കൻ ബോക്സ് വന്ന എല്ലാരെയും എവിടെയെങ്കിലും കൊണ്ട് കളയുകയാണോ ചെയ്യുന്നത്? അവരുടെയൊക്കെ അച്ഛനും അമ്മയും ബന്ധുക്കളും ഒക്കെ എന്താ ചെയ്യുന്നത്? അസുഖം മാറുന്നത് വരെ അവരെ നോക്കും. ഞാനും അത്രേ ചെയ്തുള്ളൂ. എന്തായാലും ധനുഷിപ്പ വന്നല്ലോ. എന്റെ ജോലി കഴിഞ്ഞു. ഇനി ധനുഷ് വേണം സ്നേഹം നോക്കാൻ. നോക്കിക്കോളാം. ഒന്നുപോലും ഞാനിവിടെ നോക്കിക്കോളാം. എന്നാലും താങ്ക്സ്. ആദരേ, കുറച്ച് ദിവസത്തേക്ക് കുഞ്ഞിന്റെ കാര്യം നീ ഒന്ന് നോക്കണേ. അത് മാത്രമേ ഉള്ളൂ എനിക്കൊരു പേടി. കുഞ്ഞിന്റെ കാര്യം ഓർത്ത് ചേച്ചി വിഷമിക്കണ്ട. അവളെ ഞാൻ നോക്കോളാം. എന്നാ പിന്നെ എല്ലാരും പോയേ. ഇന്നു മുതല് ഞാൻ ഈ റൂമിലെ മഹാറാണിയാ. എനിക്ക് കഴിക്കാനും കുടിക്കാനും ഉള്ളതൊക്കെ നിങ്ങളിവിടെ എത്തിക്കണം. മോളെ, എന്താ അച്ഛാ? കുറച്ച് ദിവസത്തേക്ക് എനിക്ക് അച്ഛന് മരുന്ന് എടുത്തു തരാൻ പറ്റില്ല. അത്രയല്ലേ ഉള്ളൂ. അത് അനഘ ചെയ്തോളൂ. നിന്നെ ഒരു നേരം ഒന്ന് കണ്ടില്ലെങ്കിൽ പോലും അച്ഛനത് വിഷമോ. ഇതിപ്പോ എല്ലാരും കൂടി സംസാരിച്ച് ഇതാകെ സെന്റിയാക്കണ്ട. എല്ലാരും പോയേ. അനഘ, നിന്നോടും കൂടിയാ പറഞ്ഞേ. ഞാനെന്നാ മോളെ എടുക്കട്ടെ. വേണ്ട, തൊടണ്ട. ചിലപ്പോ പകരും. ഹേയ്, ആ പേടി എനിക്കില്ല. മുമ്പ് എനിക്ക് വന്നിട്ടുള്ളതാ. അന്ന് ഇതുപോലെ ആയിരുന്നില്ല. ആ വേദന ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. ഒരാക്കെ 2 തവണ ചിക്കൻ പോക്സ് വരില്ലടോ. ഇനി ആ ഗസ്റ്റ് റൂമിൽ കിടന്നാ മതി. ഓഫീസിൽ പോണ്ടതല്ലേ. ഇന്നു മുതൽ തന്റെ അസുഖം മാറുന്നതുവരെ ഞാൻ ഓഫീസിൽ പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. എന്നെ നോക്കാൻ വേണ്ടി വെറുതെ ഓഫീസിൽ പോവാതിരിക്കണ്ട. എനിക്കുള്ള ഭക്ഷണവും വെള്ളവും മുറിയുടെ വാതിൽക്കൽ വെച്ചാ മതി. ഞാൻ എടുത്തോളാം. മരുന്ന് കഴിച്ച് ഒരാഴ്ച റെസ്റ്റ് എടുത്താ ഇതങ്ങ് മാറിക്കോളും. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? ഇന്ന് വരെ നമ്മൾ ഒരുമിച്ചല്ലാതെ ഉറങ്ങിയിട്ടുണ്ടോ ഒരു ദിവസമെങ്കിലും? പിന്നെ ഇപ്പൊ തനിക്ക് അസുഖം വന്നുകൊണ്ട് ഞാൻ ഗസ്റ്റ് റൂമിൽ പോയി കിടക്കണമെന്നാണോ? ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല. താനിപ്പോ ഒന്നും ഉദ്ദേശിക്കണ്ട. ഇനി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. താൻ വന്നേ, റൂമിൽ ഇരിക്കും. വാ വാ. താൻ പറഞ്ഞ സത്യമാണ്. അവന് സ്നേഹയോട് ശരിക്കും സ്നേഹമുണ്ടോ? നമ്മൾ ആരും വിചാരിക്കാത്ത അടുപ്പവും സ്നേഹമൊക്കെ അവര് തമ്മിലുണ്ട്. അപ്പോ അവളുടെ സെലക്ഷൻ തെറ്റിയില്ല. തെരഞ്ഞെടുത്ത വഴി തെറ്റിപ്പോയിന്നേ ഉള്ളൂ. ആള്
ജ്യൂസ് എടുത്തോണ്ട് തരുമോ? ഓ അതിനെന്താ, ഞാൻ എടുത്തോണ്ട് വരാം.